ചേച്ചി ഒരു ചായ. നാളെ കണ്ടിട്ട് എത്ര കാലായി നമ്മൾ കണ്ടിട്ട്. നിങ്ങൾ ആകെ മാറിപ്പോയില്ലേ? ആരും മാറിപ്പോയില്ലേ? അവിടെ സിറ്റി ലൈഫ് അല്ലേ. ശരിയാ. ഓക്കെ ഓക്കെ അറിയുന്നതല്ലേ. ചായ പറഞ്ഞിട്ടുണ്ടല്ലേ. ആ ചേച്ചി, നമ്മുടെ നാട്ടിൽ വന്ന ഒരു പുതിയ ഡോക്ടറാണ്. താങ്ക് യു ചേച്ചി. ഏയ് ഒന്നും വേണ്ട, നിങ്ങളെ കണ്ടന്നെ വലിയ സന്തോഷം. വേണ്ടാന്നേ, നിങ്ങളെ കണ്ടന്നെ വലിയ സന്തോഷം. നീ എന്താടാ കുറെ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറയാതെ മിണ്ടാതെ നടക്കുന്നത്? ഞാനെല്ലാം പറയാം. ഞാൻ ആദ്യം ഈ നാടിന്റെ ഈ സൗന്ദര്യം ആസ്വദിക്കട്ടെ. ബാബുട്ടാ, നിങ്ങൾ അറിഞ്ഞില്ലേ ന്യൂസിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ? അവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെല്ലാം കൈക്കൂലിക്കാരാണ്. കുറേ കുട്ടികൾ മരിച്ചു. ആകെ പ്രശ്നം. എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല. എല്ലാം അറിയുന്ന നിങ്ങളേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുന്നുള്ള ആ ഒരു ധൈര്യത്തിലാണ്. സങ്കടപ്പെടരുത്, ഞാനുണ്ട് നിന്റെ കൂടെ. ആ ഒറ്റ ധൈര്യം ബാബുട്ട എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മാത്രം വിളിച്ച് വേഗം ഇങ്ങോട്ട് വന്നത്. ഓപ്പാ, ആ ഞങ്ങൾ കുടിയിൽ പോയിരുന്നു, കണ്ടില്ല. നമ്മളെ ചാത്തിന്റെ മോന് ചൂക്കട്ടായിട്ട് ഞാൻ കുറച്ച് പച്ചമരത്തിന് പാർക്കിങ്. ഓ, ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടറാണിത്. നമസ്തേ. നമസ്കാരം. നമ്മളെ ഊരിക്കൊരു ഡോക്ടറായല്ലോ, സന്തോഷായി. ഞാൻ അവിടെ ഒരു കുടിൽ ചെറിയുണ്ട്, ആടെ പോയിട്ട് നിങ്ങൾ ഇരുന്നോളി, ഞാൻ വരാം. ഓ, ഇതാണ് നമ്മുടെ കുടില്. ദൂരം യാത്ര ചെയ്തല്ലേ, ഒന്ന് റെസ്റ്റ് എടുത്തോളൂ. ഓക്കെ, എന്നാ ഞാൻ പിന്നെ വരാം. ഓക്കെ ഓക്കെ, വിളിച്ചാൽ മതി. ശരി. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, മൈലാഞ്ചി മുക്ക് എന്നറിയപ്പെടുന്ന നമ്മുടെ കുഗ്രാമത്തിലേക്ക് ഒരു ഡോക്ടർ കടന്നു വരിക, ഇവിടെ തന്നെ ഒരു ക്ലിനിക് ആരംഭിക്കുക എന്നത് മൈലാഞ്ചി നിവാസികളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറിനെ പരിചയപ്പെടാൻ വന്നപ്പോൾ മൈലാഞ്ചിമുക്കെന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു ക്ലിനിക്ക് തുടങ്ങുക ഒരു ദൈവാനുഗ്രഹമാണ്. ഡോക്ടർ മറുത്ത് എന്നോടൊന്നും പറഞ്ഞില്ല. അതാണ് നമ്മുടെ ഡോക്ടർ സാർ. ഡോക്ടർ സേവനം ഇവിടെ തുടങ്ങട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്ന ചടങ്ങാണ്. അതിലേക്ക് CDS ചെയർപേഴ്സണെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
മാന്യ ജനങ്ങൾക്ക് എൻ്റെ സ്വാഗതം. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലേക്ക് വന്ന ഡോക്ടറെ കുറിച്ചാണ്. അത് നമ്മുടെ എൻ്റെ ഈ നാട്ടിലുള്ള ജനങ്ങൾ സാധാരണക്കാരാണ്. അവർക്ക് ചികിത്സ എന്ന് പറയുന്നത് വിദൂരത്താണ്. കാരണം ഇത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് വന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെയുള്ള എല്ലാവരെയും ഞാൻ കൈയെടുത്ത് കുമ്പിടുന്നു. കാരണം ഇത് കുറെ കാലമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഞാനിതേപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ദൈവത്തിന്റെ കരങ്ങൾ ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി അയൽക്കൂട്ടം പ്രതിനിധിയെ സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ, മറ്റു സഹോദരന്മാരെ, നമ്മുടെ ഡോക്ടറാണ് ഇന്നത്തെ താരം. മായാജിമുക്ക് നിവാസികൾ ഒന്നടങ്കം അങ്ങയുടെ സേവനത്തിനായി കാത്തിരിക്കുന്നു. സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി നമ്മുടെ ഊരുമൂപ്പനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ സാറ്, പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സാറ്, AD സാറ്, വേദിയിലുള്ള മറ്റ് ആൾക്കാർ, എൻ്റെ കൂടപ്പിറപ്പുകളെ, നമ്മുടെ നാടിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഡോക്ടർമാർ വന്ന് ഇങ്ങനെ ഒരു സേവനം ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ സ്വീകരണം കൊടുത്തിൻ്റെ കാര്യത്തിലും വളരെ സന്തോഷമുണ്ട്. അടുത്തതായി നമ്മുടെ ഗ്രാമത്തിലെത്തി വന്ന ഡോക്ടറെ പൊന്നാട അണിയിക്കുന്നതിനായി സ്നേഹപൂർവ്വം ഊരുമൂപ്പനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇയാളെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മുടെ ഒരു ഡോക്ടറാണ്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നാണ്. അപ്പൊ രാമായണനെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചു വന്നാണ്. നിങ്ങളെ പറ്റി കുറേ കേട്ടിരിക്കുന്നു ഞാൻ. കണ്ടതിൽ വളരെയധികം സന്തോഷം. ശരി എന്നാ. ശരി രാമേട്ടൻ. എന്താ മൂപ്പ, എല്ലാരും ഉണ്ടല്ലോ. നമസ്കാരം മൂപ്പ. നമസ്കാരം. നമസ്കാരം. എന്താ മൂപ്പ എല്ലാരും കൂടി? ഡോക്ടർക്കുള്ള ആദ്യത്തെ ചൂക്കാട്ടുകാരനെ എങ്ങടെ പറയുന്നതിനെ കൊണ്ടുവച്ചോ. എന്നാ എല്ലാരും വരി. എന്താണ് പറ്റിയേ? ഭയങ്കര പള്ളവേദന. ആണോ? എത്ര ദിവസമായി തുടങ്ങിയിട്ട്? 3 ദിവസമാക്കാം. 3 ദിവസം. വേറെ എന്തെങ്കിലും ഭക്ഷണം പുറത്തേക്ക് കഴിച്ചിരുന്നോ? ഒന്നും കഴിക്കണം. ഈ എഴുത്ത വരെ ചായയും കുട്ടിയും നടഞ്ഞായും വൈകുന്നേരം വരെ അഞ്ഞി കുട്ടിയൊന്നും കാണി. ആ കട്ടിയേ. ഓക്കെ, ഞാൻ 2 ദിവസത്തേക്കുള്ള മരുന്ന് എഴുതി തരാം. അതൊന്ന് കഴിച്ചു നോക്കി. എന്നിട്ട് കുറവില്ലെങ്കിൽ വരി കേട്ടോ. ഇരിക്കി. എന്താണ് പറ്റിയേ? കാല് വേദന. ഏത് കാലിനാ? ഒന്ന് പൊക്കിയ, കാലൊന്ന് പൊക്കി. എന്താണ്, പണിക്ക് പോകുന്നുണ്ടോ? അച്ചി പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞാലേ കേക്കാളൂ. പിന്നെ എന്താ ചെയ്യുക? ആണോ? ആ ശരി. നിങ്ങൾ എന്നാ അങ്ങോട്ട് ഇരിക്കും, ഞാൻ നോക്കട്ടെ.
അങ്ങോട്ട് പൊക്കിയേ കുറച്ച്. ഇത് വേദന ഉണ്ടോ? ഇതൊക്കെ വേദന ഉണ്ടോ? ഉള്ളതാണോ? ഓക്കെ, ഞാനൊരു 2 ദിവസത്തേക്കുള്ള മരുന്ന് തരാം. അത് കഴിച്ചിട്ട് വരണം കേട്ടോ. നല്ല കൈപ്പണിയുള്ള ഡോക്ടറാന്ന് പറഞ്ഞു കേട്ടു. എനിക്കൊന്ന് പോയി നോക്കണം. എന്റെ അമ്മയ്ക്ക് എന്റെ സാഹചര്യം നിങ്ങൾ വെറുതെ ചികിത്സിക്കില്ല. അപ്രന്റീസ് അല്ല, എന്തായാലും സംഭവം മനസ്സിലായല്ലോ. ഓപ്പറേഷൻ വേണമെന്ന് ജില്ലാശുപത്രിയിൽ നിന്ന് പറഞ്ഞതാ. 30 ഗുളിക. സംഭവം ക്ലീനായി. അച്ഛൻ കിടപ്പിലായിട്ട് 3 മാസമായി. ഒന്ന് കാണിക്കണം. നാട്ടിൽ മുഴുവൻ പുതിയ ഡോക്ടറെ കുറിച്ചുള്ള ചർച്ചയാണല്ലോ. നിറയെ ആള് വരട്ടെ, നമ്മുടെ മൈലാഞ്ചിമൊക്കെ വികസിക്കട്ടെ. വികസിക്കട്ടെ, നമ്മുടെ നാടും വികസിക്കുമല്ലോ. ചായക്കട ഹോട്ടലാവും. ഡോക്ടറെ, ആ ബാബു ഏട്ടാ, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ഇരിക്കൂ. ഡോക്ടറെ, ഇതാണ് ഞാൻ പറഞ്ഞ നേഴ്സ് ഷീന. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് മിത്ര ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതാണ്. എൻ്റെ ജൂനിയറായിട്ടാണ് ഷീന അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ ജോലി ഭാരം കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും റിസൈൻ ചെയ്തു പോകുന്നത്. അവിടെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു സർ. എല്ലാം നമുക്ക് ശരിയാക്കാന്നേ. സാറ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബാവേട്ടന് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ. ബാവേട്ടനായിട്ട് എങ്ങനെ പരിചയം? അതൊരു വലിയ കഥയാണ്. നിങ്ങൾക്കറിയാത്തൊരു ബന്ധമുണ്ട് ഞാനും ബാബുവേട്ടനും തമ്മിൽ. ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് പഠിച്ചതായിരുന്നു. എൻ്റെ അച്ഛൻ കേണലായിരുന്നു, രാംനാഥ്. അദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാറിൻ്റെ ഇടയിൽ മരണപ്പെട്ടു. പിന്നീട് അതറിഞ്ഞിട്ട് അമ്മയും സൂയിസൈഡ് ചെയ്തു. മതി, അതെല്ലാം പറഞ്ഞ് ഇനി വിഷമിപ്പിക്കണ്ട. നമുക്ക് എല്ലാം ശരിയാവും. വരൂ, ഇരിക്കും. ഡോക്ടർ, ഇവളെയും കൊണ്ട് ഞാൻ മടുത്തു. ഇവള് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താ കാര്യം പറയൂ. എൻ്റെ മോള് മൊബൈൽ ഗെയിമിന് അടിമയാണ്. കഴിഞ്ഞ ദിവസം ഗെയിം കളിച്ചിട്ട് 60,000 രൂപ പോയി. മിക്ക കുട്ടികളും ഓൺലൈൻ ഗെയിമിൻ്റെ അടിമകളാണ്. എത്ര കേസുകൾ ഒരു ദിവസം അവിടെ വരുന്നതെന്നറിയോ? ശരിയാ സാർ, അവൾ ശല്യം ചെയ്യുമ്പോഴൊക്കെ ഞാൻ മൊബൈൽ എടുത്ത് കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഫോണില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മോളെ ഫോൺ ഇങ്ങോട്ട് കൊണ്ടാ. സമ്മതിച്ചു, ബാക്കി ഞാൻ ഊഹിച്ചോളാം. സമ്മതിച്ചു നിങ്ങളെ, ബാക്കി ഞാൻ ഊഹിച്ചോളാം. ക്ഷമിക്കണം സാർ. നന്നായി, ഇതേ ഇതിനൊരു വഴിയുള്ളൂ. ഇനി കുറച്ചു കാലം ആരും വീട്ടിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കണ്ട. മോൾ ഇത് കളിച്ചോണ്ടിരിക്കട്ടെ. എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റില്ല, ഡോക്ടർ തിരക്കിലാണ്. ആണോ? ഞാൻ ആരാണെന്ന് അറിയാവോ? ജില്ലയുടെ യുവ നേതാവാണ്. എന്തായാലും ഇരിക്കൂ. എനിക്ക് കണ്ടേ പറ്റൂ. എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ട്. നിങ്ങൾ എന്തായാലും ഞാൻ ഇരിക്കൂ. എത്ര നേരമായി എന്നറിയോ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്? എന്താണോ അവിടെ ഒരു ഒച്ചയും വിളിയൊക്കെ? കുറെ നേരമായി ഒരു യുവ നേതാവ് ഡോക്ടറെ കാണാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നു. കയറ്റി വിടണോ? വിട്ടേക്ക്, നേതാവല്ലേ, ഇനി അതിനൊരു പ്രശ്നം വേണ്ട. ഡോക്ടർ വരാൻ പറഞ്ഞു. എന്താ ഭയങ്കര തലവേദന, പനി. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ അല്ലേ?
ശ്വാസം ഒന്ന് എടുത്തോട്ടെ. ഒന്ന് തിരിഞ്ഞിരുന്നേ. ഞാനൊരു 2 ദിവസത്തേക്കുള്ള ടാബ്ലറ്റ് എഴുതാം. അതൊന്ന് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ വരണം. ഓക്കെ. കേട്ടോ? ഓ. ഇലക്ഷനൊക്കെ മത്സരിക്കുന്നതിന്റെ ടെൻഷൻ ആയിരിക്കും അല്ലേ? ആണെന്ന് തോന്നുന്നു. ടെൻഷൻ ഒന്നും ആവണ്ട കേട്ടോ. ഇത് ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചോളൂ. ഓക്കെ. Excuse me, sir. Yes, coming. മോർണിംഗ് സർ. Morning. New product, sir. എടോ, ഇതിലൊക്കെ ക്യാൻസറിന് കാരണമാകുന്ന കണ്ടന്റ് ഉണ്ട്. ഇതൊക്കെ ബാൻ ചെയ്ത മെഡിസിനാണ്. സാർ, തമിഴ്നാട് കമ്പനി സാറിന് ഒരു ലക്ഷറി ലിക്വിഡ് ഓഫർ ചെയ്തിട്ടുണ്ട്. എടോ, താൻ ഇതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുപോയി. സോറി സാർ. താങ്ക് യു സാർ. ഡോക്ടർ വന്നതിന് ശേഷം ആരുമില്ല. ഈച്ച മാത്രമേ ഉള്ളൂ. എന്താ പേര്? என் பேர் சொல்லட்டுமா? ஐயோ, என் பேர் மறந்து திரைமேனு சொல்லட்டுமா? ஒட்டபத்தியா. எட பாவி, ஒட்டபத்தியா. என் பேரு முத்துசாமி. என் பேரு வடிவேலு சாமி. ഡോക്ടറെ കാണണം. അവിടെ ഇരിക്കാം, ഞാൻ ഇപ്പൊ വിളിക്കാം. ഇനി എത്ര പേഷ്യന്റ് കൂടി ഉണ്ട്? കുറച്ച് പേഷ്യന്റും ഉണ്ട്, 2 മദർഷിമാരും ഉണ്ട്. മഹർഷിയോ? വരാൻ പറയും. ഡോക്ടർ വിളിക്കാം. வணக்கம் சார். ഇരിക്കും. எங்களுக்கு 2 பேருக்கு உடம்பு சரியில்லை. என்ன பிரச்சனை? பல்லு வேதனை. யாருக்கு? எனக்கு சார். உங்களுக்கு. உங்களுக்கு கிருமியடி சார். கிருமிகடி. சரி, நான் உங்களுக்கு மருந்து குறித்து கொடுக்குறேன். ஊர் எங்க சார்? அங்க வடக்கு தான். புதுசா சார், കുറച്ച് കൂടി മരുന്ന് എഴുതി വിടണോ? யாருக்கு? அப்பா கோவிந்தசாமி, அம்மா முத்துலட்சுமி, தங்கச்சி சீதாலட்சுமி, மருமகன் குண்டுசாமி, முருகன் மகன், அப்பா ஜெயலட்சுமி. இவருக்கெல்லாம் என்ன அசுகம்? அவரெல்லாம் கிருமிகடி, பல்லு வேதனை, வயலுகடி, நடுவேதனை, கால்முட்டு வேதனை இல்லை சார். സിസ്റ്ററെ, സിസ്റ്ററെ, ഇവർക്ക് ഇഞ്ചക്ഷൻ 2 ആൾക്ക് ഓരോന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിൽ എഴുതിയ മെഡിസിനും കൊടുക്കുക. കൂടുതൽ ആ പോലീസിനെയും വിളിക്കുക. ഓരോന്ന് വരും മനുഷ്യന് മെനക്കെടുത്താനായിട്ട് രാവിലെ തന്നെ കുറ്റിയും പറിച്ചോണ്ട്. ഡോക്ടർ സാറ് എന്താ സുധി? പിന്നേക്ക് തെയ്യത്തെയും കൊടുക്കുന്ന ഒരു പരിപാടിയുള്ള അതിന് ഡോക്ടറെ ക്ഷണിപ്പം വന്നായി. എന്നാണ്? ഇത് വൈകുന്നേരം. പിന്നെ അനിയും ഭയങ്കര കുടിക്കലും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആഞ്ഞു പിരക്ക. അവനെയും അഞ്ചു ഡോക്ടർ വന്ന് നേരെ ആക്കി തരണം. അവനെ കൂട്ടി നീ ഒരു ദിവസം അങ്ങോട്ട് വാ, നമുക്ക് ശരിയാക്കാം കേട്ടോ. ശരി അഞ്ചല.
ഡോക്ടർ പേഷ്യൻ്റ് ഉണ്ട്. ഒരാഴ്ചയായി തുടങ്ങിയിട്ട്. എല്ലായിടത്തും ഉണ്ട്. സിസ്റ്റർ വന്നല്ലോ. അല്പം കാത്തിരിക്കും, ഡോക്ടർ ശീർഷാസനത്തിലാണ്. ഈ ഡോക്ടർ വന്നതിന് ശേഷം എൻ്റെ കാര്യം പരിതാപകരമാണ്. എന്നെ ഒന്ന് കാത്തുരക്ഷിക്കണമേ, എന്നെ ഒന്ന് കാത്തുരക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സാറിന് വിശദമായി ഒന്ന് പരിചയപ്പെടാമെന്നതാ. എന്താ അത്? സാറിന് ഇവിടുത്തെ ചിട്ടാവട്ടങ്ങൾ അറിയാത്തത് കൊണ്ടാ. എന്ത് ചിട്ടാവട്ടം? എന്റെ മെഡിക്കൽ ഷോപ്പിലേക്ക് മാത്രമേ ഡോക്ടർ മരുന്നിന്റെ കുറിപ്പടി എഴുതാൻ പാടുള്ളൂ. അതിനൊരു ചെറിയ പാരിതോഷികമായി ഇത് കണ്ടാൽ മതി. എന്നെ പറ്റി അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇത് എടുത്ത് ഇവിടെ സ്ഥലം വിട്ടോളാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. ഡോക്ടർക്ക് എന്നെ അറിയില്ല. ഇവിടെയുള്ള എല്ലാവരും എന്നോട് വലിയ ബഹുമാനത്തോടെയാണ് പെരുമാറുന്നത്. ഞാൻ കാണിച്ചു തരാം. സാർ ശരി സാർ. ഇല്ല സാർ, എസ് ഐയും കൂടെ ഉണ്ട് സാറേ. ഓക്കെ ശരി സാർ. എസ് പി ഉന്നതിയിൽ ഡോക്ടറെ അപായപ്പെടുന്ന സാധ്യതയുണ്ടെന്ന് വിജിലൻസ് റിപ്പോർട്ടുണ്ട്. അതിനാണോ സാറേ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ? പോലീസുകാർക്ക് 24 hours ഡ്യൂട്ടി എന്നുള്ളത് അറിയില്ല സാർ. 2 ദിവസമായി വിശ്രമമില്ലാതെ അതൊക്കെ പോലീസിൻ്റെ ജോലി പറഞ്ഞിട്ടുള്ളത്. പോലീസിന് ജോലി സെലക്ട് ചെയ്യണതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. ഉന്നതിൻ്റെ പുറത്ത് പോയി അന്വേഷിച്ചിട്ട് എന്നെ അറിയിക്കും. ചേട്ടായി കുപ്പി അവിടെ ഞാൻ ഇവിടെ വെച്ചാണല്ലോ. കുപ്പി അവിടെ കുപ്പി കിട്ടില്ല, കൊല്ലു ഞാൻ നോക്കൂല.
സുധി അങ്ങോട്ട് നിൽക്ക്. എന്റെ കുപ്പി നിന്റെ ഒരു കുപ്പി നീ അങ്ങോട്ട് നിൽക്ക്. നമ്മൾ വളരെയധികം കരുതിയിരിക്കണം. അയാൾ സാധാരണക്കാരനല്ല, ജനസമ്മതിയുള്ള ഒരു ഡോക്ടറാണ്. ഞമ്മക്കോനെ ഒലക്കോണ്ട് അടിച്ച് കൊന്നാലോ? പൊട്ടത്തരം പറയാതിരിക്ക. അയാളെ കുരിശിൽ ആവാഹിച്ച് കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ ഇട്ട് കൊല്ലാം. മിണ്ടാതിരിക്കു പൊട്ടന്മാരെ. വെറുതെ അല്ല ഒറ്റ മനുഷ്യര് പോലും നിങ്ങളെ തേടി വരാത്തത്. എല്ലാത്തിനും കാരണക്കാരനായ ആ ഡോക്ടർ നാളെ സൂര്യോദയം കാണാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യും? ഞാനൊരു കാര്യം പറയാം. നമുക്ക് അവരുടെ ഭക്ഷണത്തിൽ പാഷാണം കലക്കി കൊടുത്താലോ? അത് കളി. അത് കൊള്ളാം. ആര് ചെയ്യും? ഞാൻ ചെയ്യാം. ഞമ്മളുണ്ട് കൂടെ. ഇവൻ ചെയ്യും. വേണ്ട വേണ്ട, നിങ്ങളെ എല്ലാവരും തിരിച്ചറിയും. അതുകൊണ്ട് ഞാനൊരു പ്ലാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. നമ്മുടെ കുടിച്ചു നടക്കുന്ന പാലമ്പിലി മെമ്പർ ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കൃത്യസമയത്ത് ഡോക്ടറെ ഷാപ്പിൽ എത്തിക്കും. അപ്പൊ നമ്മൾ കരുതിയിരിക്കുന്ന കള്ള് ഡോക്ടറുടെ ടേബിളിൽ എത്തണം, കുടിപ്പിക്കണം. നിങ്ങൾ പെരിയവർ. നേരെ ഒരുപാടായി. ഞാൻ വീട്ടിലോട്ട് പോട്ടെ. ഓക്കെ. സാറിന് ഫുഡ് കഴിച്ചിട്ട് വേണ്ടേ റൂമിലേക്ക് പോവാൻ? ഫുഡ് മെമ്പറുടെ കൂടെയല്ലേ? ഓ, അത് മറന്നുപോയി. ഓക്കെ, എന്നാൽ താങ്ക്സ്. ഓക്കെ, ഞാൻ പോകട്ടെ. നാളെ കാണാം. ഓക്കെ, എന്നാൽ ശരി. ശരി സാർ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് കുറുപ്പേട്ട ഇന്ന് ഇത്ര നിർബന്ധിച്ച്? ഡോക്ടറെ ഇരിക്കും. പിന്നെ ഒരു കുപ്പിയും കപ്പയും മീനും. പിന്നെ ഒരു ദിവസം ആക്കിയാ പോരെ? ഇന്ന് ഞാൻ ഫ്രീ ആണ്. ഞാനാകെ ടയേർഡുമാണ്. എനിക്ക് വേണ്ട, എനിക്കൊരു ആംപ്ലേറ്റ് എടുത്താൽ മതി. അല്ല കുറുപ്പേട്ടാ, നിങ്ങളെല്ലാരും എന്താ പാലംവലി മെമ്പർ എന്ന് വിളിക്കുന്നത്? നാട്ടുകാരൊന്നും എന്നെ പറ്റി എല്ലാം പറയും. അതൊന്നും നിങ്ങളാരും കേൾക്കണ്ട. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ പോട്ടെ മെമ്പറെ. ഗുഡ് നൈറ്റ്. നാളെ കാണാം. ഓക്കെ. ആള് മാറിയല്ലോ. ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിന്റെ ന്യൂസ് കണ്ടപ്പോഴാണ് നിങ്ങൾ എവിടെ ഞങ്ങൾക്ക് മനസ്സിലായത്.
കുറേ നാളായി നിങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇന്നാണ് നിങ്ങളെ കൈ കിട്ടിയത്. മൂപ്പാ നമ്മുടെ ഡോക്ടറെ കണ്ടോ? കാണി ഇന്നലെ ഡോക്ടറും ആ പാലംവലി മെമ്പറും കൂടിയാണ് രാത്രി പിരിഞ്ഞത്. ഇപ്പോൾ ആ പാലംവലി മെമ്പർ മരിച്ചതായിട്ടാണ് കേട്ടത്. നമ്മൾ കുടിയിൽ പോയി നോക്കാം. ഡോക്ടറെ 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 തുറന്നു കിടക്കാണല്ലോ. ഡോക്ടർ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. മൂപ്പ ഡോക്ടർ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ഞങ്ങളെ ഡോക്ടർ എങ്ക പോയെന്തോ. ഇവിടെയാണ് ഡോക്ടർ താമസിക്കുന്നത്. നിങ്ങളെന്താ ഇവിടെ? സാർ, ഞങ്ങൾ ഡോക്ടറെ അന്വേഷിച്ച് ഇവിടെ വന്നായിരുന്നു. താനല്ലോ ഡോക്ടറെ കൊന്ന്? അയ്യോ സാർ, സത്യമായിട്ട് എനിക്കറിയില്ല സാർ. താനെ എവിടെ കൊന്ന് കെട്ടിത്തൂക്കി? അയ്യോ, ഇന്നലെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഡോക്ടർ മാത്രം മിസ്സിംഗ് ആയത്? സാറേ, ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു പിരിഞ്ഞത്. പക്ഷേ അതിനുശേഷം പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. യാത്ര പറഞ്ഞു പോയതാണ്. ഞങ്ങൾക്ക് അറിയില്ല. സത്യം പറഞ്ഞോ, ഉള്ള സത്യം പറഞ്ഞോ? സത്യമായിട്ട് സാർ. സാറേ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കറിയില്ല സാർ. ശരി സാർ. സാർ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. സത്യമായിട്ടും ഞങ്ങൾക്കറിയില്ല. തന്നെ വിളിക്കുമ്പോൾ താൻ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കേവർക്കും അറിയാവുന്നതാണല്ലോ. നമ്മുടെ ജനകീയ ഡോക്ടറുടെ തിരോധാനം സർക്കാർ വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ആയതിനാൽ ശക്തമായ ഒരു പ്രക്ഷോഭത്തിലൂടെ മാത്രമേ ഭരണകൂടത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആകയാൽ ഈ സമരം ഒരു സൂചനാ സമരമായി അറിയിച്ചുകൊണ്ട് ഈ ധർണ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. ഡോക്ടറുടെ തിരോധാനത്തെ കുറിച്ച് ഹെൽത്ത് മിനിസ്റ്റർക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ പലരെയും കാണാതാവുന്നുണ്ടാവാം. അതിനൊക്കെ ഉത്തരം പറയേണ്ടത് ഞാനല്ല. അതൊക്കെ ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചു നോക്കൂ. മാറി നിൽക്കൂ. ഹലോ ഹലോ, പ്രതിപക്ഷ നേതാവേ. ഇതാര് സി എമ്മോ? കുറേ ആയാലും വിളിച്ചിട്ട്. നിന്റെ തിരക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിലേക്ക് ഒന്ന് ഇറങ്ങ്. കൂടുതൽ നിന്റെ കേന്ദ്ര സഹായം ഒന്ന് വിളിച്ചോ. എൻ്റെ ചങ്ങായിയോ, ഇതിപ്പോൾ നല്ല കഥ. നിങ്ങളുടെ ആ പഴയ കേസ് 100 തവണയല്ലേ മാറ്റിവെച്ചത്? അത് നമുക്കൊക്കെ അല്ലേ അറിയോ. എന്താ സി എം, കാര്യം പറ. അടോ, അതങ്ങനെ ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല. അണ്ണനെല്ലാം ചോർത്തും. നീ ഇങ്ങോട്ട് വാ. ഓക്കെ, വരാം. വയനാടൊക്കെ വാർത്തയിൽ നിറഞ്ഞിരിക്കുകയാണല്ലോ. വയനാട് നമ്മുടെ സ്വന്തം ജില്ലയല്ലേ. ഒരു വാർത്തയും കൂടി തരാം. നമ്മളെ ആ ഡോക്ടറെ താങ്കൾ എടുത്തോ. ആ ഡോക്ടറെ കുറിച്ച് പറഞ്ഞപ്പോഴാ, ആ ഡോക്ടറെ അടുത്ത് നിന്ന് താങ്കളുടെ പാർട്ടിക്ക് ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണല്ലോ. ഞങ്ങൾ പ്രദേശത്തായതുകൊണ്ട് കുറച്ചല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് അവിടെയില്ല ഇവിടെയില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഞങ്ങൾക്കൊന്നും പേടിക്കാനുമില്ല. കള്ളത്തരം പറയുമ്പോ താങ്കളുടെ ചിരിക്ക് നല്ല രസമാണ്. നിങ്ങൾ സി എമ്മിന്റെ ചങ്കല്ലേ? ഓൻ ഇഡിയെ കാണിച്ച് പേടിപ്പിക്കും. അത് ശരിയാ.
ED ഞങ്ങളുടെ പുറകെയും ഒരു നിഴൽ പോലെ പിന്തുടരുകയും. ഹലോ CMG, ഇവിടെ പിന്നെ നമ്മളെ കേരളത്തിൽ നിന്നുള്ള ഒരു ഡോക്ടർ ഇവിടെ വന്നിട്ട് കുറേ കുട്ടികൾക്ക് കഫ് സിറപ്പ് കൊടുത്തിട്ട് കുറേ ബുദ്ധിമുട്ടായിട്ടുണ്ട്. പിന്നെ കുറേ കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ കുട്ടികൾ ഹോസ്പിറ്റലൈസാണ്. ഞങ്ങൾ അതിനെപ്പറ്റി തുടരന്വേഷണം നടത്തിയപ്പോൾ ഇയാൾ ഇവിടുന്ന് ഞങ്ങളറിയാതെ തന്നെ ഒളിച്ചോടി പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങളെ നിയമപ്രകാരം അയാളെ ശിക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണം. അതേപോലെ ഇവർക്ക് ഇയാൾ MBBS പൂർത്തീകരിച്ചിട്ടില്ല. MBBS പകുതി ആയിട്ട് നിർത്തിപ്പോയിട്ടാണ് ഇത്. ഞങ്ങൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ ഇവിടുന്ന് ഒളിച്ചോടി പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിന് വ്യക്തമായ ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാവശ്യപ്പെടുന്നു. ഓക്കെ ജി, ധന്യവാദ്. ഒറ്റ ചോദ്യം. ഡോക്ടറെ തിരോധാനത്തിൽ പോലീസ് നിഷ്ക്രിയമാണെന്ന് പരക്കെ ഒരു പരാതി ഉണ്ടല്ലോ, അപ്പോൾ അതല്ലേ സത്യം? ഡോക്ടറുടെ മിസ്സിങ്ങിൽ എന്തൊക്കെയോ മൂടി വെക്കുന്നുണ്ടെന്ന് ജനങ്ങൾ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. ആദ്യം അന്വേഷിക്കട്ടെ, വിവരങ്ങൾ അറിയിക്കാം. ഡോക്ടർ മരണപ്പെട്ടോ ഇല്ലയോ? അതിൽ പൊതുജനത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. മദ്യപിക്കാത്ത ഡോക്ടർ കള്ളുഷാപ്പിൽ പോകുന്നു. എന്തെല്ലാം വിരോധമാണ് സംഭവിക്കുന്നത്? ഡോക്ടർ മരണപ്പെട്ടു. എന്തെല്ലാമാണ് ഇവിടെ സംഭവിക്കുന്നത്? ഡോക്ടറെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് ഭരണപക്ഷമാണെന്ന് പറയപ്പെടുന്നു. നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. ഡോക്ടറുടെ തിരോധാനത്തിന് വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു. വ്യാജ ഡോക്ടറാണെന്ന് തെറ്റിദ്ധരിച്ച് കേന്ദ്രസേന ഡോക്ടറെ കൊണ്ടുപോയതാണ്. കേരളത്തിൽ തുടർച്ചയായ സമരത്തിന് പരിഹാരം കേരള സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി എടുത്ത തീരുമാനത്തിന് ഒടുവിൽ ഡോക്ടറെ തിരിച്ചു കേരളത്തിൽ വിടാനും കേരള സർക്കാർ ഡോക്ടർ തുടർ പഠനത്തിന് ആവശ്യമായ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. നമസ്കാരം. മതി നോക്കി പിടിച്ചത്. നേരെ പോയിക്കോ. കാര്യം പറയാ, നല്ലൊരു മനുഷ്യനെ കിട്ടിയില്ലേ നമുക്ക്.